നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഏപ്രിൽ മാസം 5-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 11 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 10-ാം തീയതി ബുധൻ മീനത്തിലേക്ക് സംക്രമിക്കുന്നു. അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രങ്ങളടങ്ങുന്ന മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസം അവരുടെ വേണ്ടപ്പെട്ടവരുടെ മംഗളകർമ്മങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുകയോ അവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ പഠനമോ ജോലിയോ തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും അനുകൂലമായ വാർത്ത കേൾക്കാൻ ഇടവരികയോ അതുമല്ലെങ്കിൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട അവരുടെ വ്യക്തിയുമായി സമാഗമത്തിന് കാരണമുണ്ടാവുകയോ വിവാഹ സംബന്ധമായ കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയോ പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിലോ എന്തെങ്കിലും ദോഷമോ അകൽച്ചയോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു മാറ്റം വരുന്ന ആ അകൽച്ചയും ദോഷവുമൊക്കെ മാറിയതായി അറിയിച്ചുകൊണ്ടുള്ള വാർത്ത കേൾക്കുന്നതോ ഒക്കെ ആയ ദിവസമാണ് തുടക്ക ദിവസം. കാര്യങ്ങൾ സാധിക്കുന്ന ദിവസമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തുവാൻ തക്കവണ്ണം സാമ്പത്തിക ബലമോ അല്ലെങ്കിൽ മറ്റ് സഹായ സഹകരണങ്ങളോ ഇവർക്ക് ലഭിക്കുന്ന ദിവസമോ അത്തരം വാർത്തകൾ കേൾക്കുന്ന ദിവസമോ ആവാം. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങൾ അപ്രതീക്ഷിതമായി ഇവരിലേക്ക് ധനം വന്നു ചേരുമെങ്കിലും ഇവരുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുമെങ്കിലും ശാരീരികമായ ചില അവശതകൾ മൂലം ചില പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ നിന്ന് ഇവർക്ക് മാറി നിൽക്കേണ്ടതായി വരാം. തൊട്ടടുത്ത 2 ദിവസങ്ങൾ ഒന്നുകിൽ വസ്തിപ്രദേശത്ത്, അതായത് ഉദരത്തിൻ്റെ മുൻഭാഗത്തും, അതായത് ആന്തരിക ഉദര ഭാഗങ്ങളിലും അതുപോലെ തന്നെ നട്ടെല്ല് പോലെ മൂലാധാരം പോലുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ നട്ടെല്ല് സംബന്ധമായോ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായോ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് അത് വർദ്ധിക്കാനിടയുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും അവശതയോ നട്ടെല്ല് സംബന്ധമായ എന്തെങ്കിലും വേദനയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഈ മൂലാധാര പ്രദേശം, വസ്തിപ്രദേശം തുടങ്ങിയ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അവശത വരാനുള്ള സാധ്യത ഈ ദിവസങ്ങളിൽ കാണുന്നു. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസം മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ദിവസമാണ്. സാമ്പത്തികമായി അവർക്ക് കൂടുതൽ ഗുണം കിട്ടുന്ന ദിവസമാണ്. ഒരുപക്ഷെ തുടക്ക ദിവസം ലഭിച്ച പണം അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ചില സാമ്പത്തിക സഹായം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക സഹായങ്ങൾ അതൊക്കെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ആവിഷ്കരിക്കുവാൻ, ഇവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടി നടത്തുന്ന ദിവസം ആഴ്ചയുടെ അവസാന ദിവസങ്ങളാകാനാണ് സാധ്യത. തങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് ഞാനൊരു സമാഗമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത്തരം ആളുകളുമായി സന്തോഷിക്കുവാനുള്ള വകയും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര പോകുവാനുള്ള അവസരവുമൊക്കെ കാണുന്നുണ്ട്. പൊതുവെ സാമ്പത്തികമായി ബലം ഉണ്ടെങ്കിൽ തന്നെ ചിലവും വർദ്ധിച്ചിരിക്കും. പിതാവിനോ പിതാവിൻ്റെ വർഗത്തിൽപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ സ്വന്തം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ അതുമല്ലെങ്കിൽ തങ്ങളുടെ മേലധികാരികൾക്ക് എന്തെങ്കിലും കുഴപ്പം പിണയുകയോ തൊട്ടടുത്ത ബോസിനോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയും അവരുടെ ശാരീരികമായ കുഴപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ജോലി കൂടി മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വരികയും അങ്ങനെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയും ചെയ്യാം ഈ ആഴ്ചയിൽ എന്ന് കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടമുണ്ടാകുമെങ്കിലും അതിന് തക്കവണ്ണമോ അതിൽ കൂടുതലോ ചെലവ് ഉണ്ടാകുമെന്നും കാണുന്നു. യാത്രാ സംബന്ധമായും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധവുമാവും ആശുപത്രി സംബന്ധമായുമായിരിക്കും പണം കൂടുതലായി ചെലവഴിക്കേണ്ടി വരിക. കുടുംബത്തിലെ തന്നെ കാരണവസ്ഥാനത്തുള്ളവരുടെ ആരോഗ്യസ്ഥിതി മോശമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചില യാത്രകൾ ചിലപ്പോൾ ആഴ്ചയുടെ ആദ്യത്തെ ദിവസത്തിന് ശേഷം മാറ്റിവെക്കേണ്ടി വരുമെന്ന് കാണുന്നു. എന്നാൽ അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5-ാം തീയതി വൈകുന്നേരം വരെ നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ 10-11, 10-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 11 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, അതായത് ആദ്യ പകുതി വളരെ ഗുണകരമാണ്. ഗുണകരമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായി മുടക്കം വന്നിരുന്ന ആഗ്രഹങ്ങൾ, ചെയ്യാൻ സാധിക്കാതിരുന്ന കാര്യങ്ങൾ, മറ്റെന്തെങ്കിലും സാമ്പത്തികമായോ അല്ലെങ്കിൽ സാങ്കേതികമായോ ഉള്ള കാര്യങ്ങളുടെ അഭാവം കൊണ്ട് നടക്കാൻ സാധ്യമാകാതിരുന്ന കാര്യങ്ങൾ സാധ്യമാകുന്ന ഒരു ദിവസങ്ങളാണിത്. ആഴ്ചയുടെ ആദ്യ പകുതി സാമ്പത്തിക ഗുണമാവാം ഒന്ന്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ മുടക്കമുണ്ടായിരുന്നത് മാറുന്നതാവാം. അതുപോലെ തന്നെ ബന്ധങ്ങളിലുണ്ടായിരുന്ന അകൽച്ച അതിന് മാറി അത് കൂടുതൽ ഊഷ്മളതയോടുകൂടി സമാഗമം വരുത്തുന്നതാകാം. അതുമല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന ചില ദോഷങ്ങൾ, വിവാഹം നടക്കാനുണ്ടായിരുന്ന ചില കാര്യങ്ങളിലെ തടസ്സങ്ങൾ അതിന് മാറ്റം വരുന്നതാകാം.
പ്രണയ സാഫല്യം കൈവരിക്കുന്ന ദിവസങ്ങളാണ് ആദ്യ പകുതി. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ആരംഭിക്കാനിരുന്ന പുതിയ സംരംഭങ്ങളിൽ നിന്ന് ചിലർ ആശയക്കുഴപ്പം കൊണ്ടോ അഭിപ്രായ ഭിന്നത കൊണ്ടോ മാറി നിൽക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. അതായത് ഒരുമിച്ച് ചെയ്യുന്ന സംരംഭങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ പ്രവർത്തനങ്ങളോ കൂടുതൽ ഉന്മേഷത്തോടുകൂടി പുരോഗതിയോടുകൂടി മുന്നോട്ട് പോകുവാൻ ആരംഭിക്കുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. ആശയങ്ങൾ പുതിയത് ആവിഷ്കരിക്കുക വഴി പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി തിളക്കമേറുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉന്മേഷത്തോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി കർമ്മങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതിയുടെ തുടക്ക ദിവസങ്ങൾ അപ്രതീക്ഷിതമായ ചില അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഇടവക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖേന ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ അമ്മയുടെ സ്ഥാനത്തുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ മാതാവിനോ, അതുമല്ലെങ്കിൽ സഹോദരിയുടെ സ്ഥാനത്തുള്ളവർക്കോ, മകളുടെ സ്ഥാനത്തുള്ളവർക്കോ, ഭാര്യ കുടുംബം, അവിടുത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിൽപ്പെട്ട സ്ത്രീകൾ, ഇവർക്കൊക്കെ എന്തെങ്കിലും മാനസിക ശാരീരിക വൈഷമ്യങ്ങൾ നേരിടേണ്ടതായി വരുന്നതായും അത്തരം ഘട്ടങ്ങളിൽ അവരെ പരിചരിക്കുകയോ അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം തേടുകയോ ചെയ്യുന്നത് വഴി പണവും സമയവും ഇവർക്ക് കുറച്ച് നഷ്ടമാവുകയും ചെയ്യുന്നതായും കാണുന്നു. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പണവും സമയവും നഷ്ടമാകുന്നത് ഒരു നഷ്ടമായി പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത്തരം ദിവസങ്ങളിൽ ഇവർക്ക് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഭംഗി. എന്തായാലും അങ്ങനെ ഇടവക്കൂറിന് കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ പൊതുവെ ഗുണകരമാണ്. യാത്രാ സംബന്ധമായും വിദേശ സംബന്ധമായി ഉപരിപഠനത്തിന് എന്തെങ്കിലുമൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാനുമൊക്കെ ഇടയുണ്ട്. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ചയിൽ സാമ്പത്തിക നേട്ടവും പ്രവർത്തന ഗുണവും കാണുന്നുണ്ട്. ആഴ്ചയുടെ രണ്ടാം പകുതിയുടെ തുടക്ക ദിവസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം കാൽപാദങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, നീർവീക്കം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ, അതായത് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5 വൈകുന്നേരം മുതൽ 6, 7 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. കർമ്മരംഗത്ത് ഇവർക്ക് വളരെ സജീവമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മേലധികാരികളുമായി ഉണ്ടായിരുന്ന കലഹത്തിനൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നു. മേലധികാരികളുമായി കൂടുതൽ ഒത്തൊരുമയോടുകൂടി പോകാൻ സാധിക്കുന്നു. മിഥുനക്കൂറിൽപ്പെട്ടവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അധികാരികൾക്ക് കൂടുതൽ ഇഷ്ടം വരികയോ അവരോട് അനുഭാവപൂർവം അവർ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായ കാര്യത്തിൽ, ജോലിയുടെ ഉയർച്ചയിലോ വരുമാനം കൃത്യമായി കിട്ടുന്ന കാര്യത്തിലോ ഒക്കെ യാതൊരു തടസ്സവും ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ പൊതുവെ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നില്ല. അതായത് ധനപരമായി എന്തെങ്കിലുമൊക്കെ വരവിന് സാധ്യതയുണ്ടായിരുന്നു, എന്നാൽ അത് തടസ്സം മൂലം അത് വൈകുന്നു എന്നുള്ള അവസ്ഥയ്ക്ക് മിഥുനക്കൂറിനൊരു മാറ്റം വരികയാണ് ഈ ആഴ്ചയിൽ. ആദ്യ ദിവസത്തിന് ശേഷമാണ് അത് പ്രധാനമായും കാണുന്നത്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ ലാഭം, പ്രവർത്തനങ്ങളിലും കർമ്മരംഗത്തുമൊക്കെ മതിപ്പുണ്ടാവുക, മേലധികാരികളുടെ അനുഭാവപൂർവമുള്ള താല്പര്യം തങ്ങളുടെ പ്രവർത്തന മേഖലയ്ക്ക് മേൽ വീഴുക, അതുപോലെ തന്നെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി കർമ്മം ചെയ്യുക, കർമ്മമേഖലയിലുണ്ടായിരുന്ന ഏതൊരു വിധത്തിലുള്ള തടസ്സത്തെയും മാറിക്കിട്ടുന്നൊരവസ്ഥയിലൂടെ കാലം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ധനപരമായി ഇവർക്ക് നല്ല വരവുണ്ടാകുന്നു. പ്രത്യേകിച്ചും വീട് മോടി പിടിപ്പിക്കാനും ആധുനിക വീട്ടുപകരണങ്ങൾ വാങ്ങാനുമൊക്കെ സാധിക്കുന്നു. ജീവിത പങ്കാളിയോട് കൂടുതൽ അനുഭാവപൂർവ്വം, ജീവിത പങ്കാളിയോട് കൂടുതൽ പ്രേമപൂർവ്വം പ്രവർത്തിക്കുവാനും സാധിക്കുന്നു. അവർക്ക് വസ്ത്രം, സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള സൗന്ദര്യവൽക്കരണ ഭാഗം ആയി വാങ്ങിച്ചു കൊടുക്കുന്ന ആഭരണങ്ങളോ മറ്റു ചമയക്കോപ്പുകളോ ഒക്കെ ഈ സമയത്ത് കൂടുതലായി ചെയ്തു കൊടുക്കാനുള്ള സാധ്യത മിഥുനക്കൂറിൽപ്പെട്ടവർ അവരുടെ ജീവിത പങ്കാളിയോട് കാണിക്കും എന്ന് കാണുന്നുണ്ട്. പഠന സംബന്ധമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ ചിലപ്പോൾ തടസ്സം വന്നേക്കാം. പ്രത്യേകിച്ച് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിദേശവുമായി ഇട്ടുള്ള യാത്രയിലോ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്ന മിഥുനക്കൂറിൽപ്പെട്ട സന്താനങ്ങളുടെയോ അല്ലെങ്കിൽ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ നേരിട്ട് വിദേശവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എന്തെങ്കിലും പഠനത്തിലോ ചിലപ്പോൾ ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ഇവർക്ക് വളരെ ശോഭനീയമായൊരവസ്ഥ കാണുന്നു. പിതാവിന് ശാരീരികമായ അവശത വരാം, ചിലപ്പോൾ ശസ്ത്രക്രിയയെ പിതാവിന് നേരിടേണ്ടി വരാം. അതുപോലെ മിഥുനക്കൂറിൽപ്പെട്ടവർ സഞ്ചരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. വാഹനാപകട സാധ്യതകൾ, വാഹനത്തിൻ്റെ വേഗതകൾ ഒക്കെ ശ്രദ്ധിച്ച്
ക്രമീകരണത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി തീ ഇതുമായി ബന്ധപ്പെട്ട് പെരുമാറുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5 വൈകുന്നേരം മുതൽ 6, 7, 8, 9, 10 സന്ധ്യ വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വളരെ ശോഭനീയമായ ഒരവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർ തീർച്ചയായും അവരുടെ കർമ്മരംഗത്ത് സ്ത്രീകൾ മുഖേന ഏതെങ്കിലും വിധത്തിലുള്ള ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളെന്ന് പറയുമ്പോൾ സൗമ്യഭാവത്തിലുള്ള സ്ത്രീകളല്ല, അല്പം ഭരണശേഷിയുള്ള, പുരുഷനോളം പ്രാപ്തി മാനസികമായും ശാരീരികമായുമൊക്കെ ഉള്ള വ്യക്തികൾ, സ്ത്രീകൾ, പ്രതികരിക്കുന്നവർ, അവരുടെ ഭാഗത്തു നിന്നൊക്കെ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് നേരിടേണ്ടി വരുന്നതായി കാണുന്നു. അതുകൊണ്ട് സ്ത്രീകളോട് പെരുമാറുമ്പോൾ അങ്ങേയറ്റം സൂക്ഷിക്കുക. ചിലപ്പോൾ മേലധികാരികൾ സ്ത്രീകളാവാം. അവരുടെ ആ മേലധികാരി എന്ന നിലയിലുള്ള അവരുടെ ഭരണം ഈ കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് താങ്ങാവുന്നതിനപ്പുറം ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റെന്തെങ്കിലും ഈഗോ ക്ലാഷുകൾ ഉണ്ടെങ്കിൽ അതും സംഭവിക്കാം. ഇനി കുടുംബത്തിലാണെങ്കിലും ഈ കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് കുടുംബത്തിലെ ഭാര്യയുടെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ സ്വഭാവവുമായി ചിലപ്പോൾ ഒത്തൊരുമിച്ച് പോകാൻ സാധ്യമാവണമെന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഭരിക്കുന്നതായി തോന്നാം ചിലപ്പോൾ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലെങ്കിലും കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബിനികൾ എന്ന് കാണുന്നു. അതുപോലെ തന്നെ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണമാണ് കാണുന്നത്. ഒരുപക്ഷെ ജീവിതത്തിലെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന അനിഷ്ടകരമായ പ്രവർത്തനങ്ങൾ തന്നിലേക്ക് തന്നെ ഒതുങ്ങാനും തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ഒരുപക്ഷെ ഇവരുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ചില വേറിട്ട ചിന്തകൾ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് ഇവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ കർമ്മപ്രക്രിയയിലും സർഗപ്രക്രിയയിലുമൊക്കെ ഇവർക്ക് വിജയിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. പ്രവർത്തനങ്ങളിൽ നല്ല വിജയവും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയും ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ 2ാം പകുതിയിൽ ഇവർക്ക് ധനപരമായ നേട്ടമുണ്ടാകുന്നു, പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു എന്നും കാണുന്നു. ഞാൻ പറഞ്ഞു ആദ്യ സമയത്ത് ഒരുപക്ഷെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം കർമ്മരംഗത്ത്, പ്രത്യേകിച്ചും സ്ത്രീകൾ മുഖേന പുരുഷ നക്ഷത്രക്കാരായ കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ മാറി അനുഗ്രഹമുണ്ടാകുന്നു എന്നാണ് കാണുന്നത്. പ്രവർത്തന മേഖലകളിൽ തങ്ങളുടെ നീതിപൂർവകമായ കർമ്മപ്രക്രിയകൾ കൊണ്ട് അവർക്ക് സാധ്യമാവുന്ന ഒരു വിജയം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ ഇടപെടലുകളൊന്നും തന്നെ അവരുടെ കാരണമില്ലാതെയുള്ള ദേഷ്യമോ കലഹമോ ഒന്നും തന്നെ ഇവരെയോ ഇവരുടെ ജോലി സംബന്ധമായ മേഖലകളിലോ ബാധിക്കില്ല എന്ന് വേണം ചിന്തിക്കാൻ. ധനപരമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ആഗ്രഹ സഫലീകരണവും ആഴ്ചയുടെ 2ാം പകുതിയിൽ വളരെ ശക്തമായി തന്നെ കർക്കിടകക്കൂറിനെ അനുഗ്രഹിക്കുമെന്ന് കാണുന്നു. തങ്ങൾക്കിഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് പുറത്ത് സഞ്ചരിക്കാനും മനസ്സല്ലാപത്തിനും സാധ്യതയുണ്ട്. വിവാഹ സംബന്ധമായോ പ്രണയ സംബന്ധമായോ കാര്യങ്ങളിൽ പോസിറ്റീവായ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. ചില പുതിയ സംരംഭങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലും അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു. പ്രാവർത്തികമായി കഴിഞ്ഞ വസ്തുതകൾ ചിലത് മുടങ്ങിക്കിടന്നിരുന്നത് വീണ്ടും സജീവമായി മുന്നോട്ട് പോകാനുള്ള വാർത്തകൾ കേൾക്കുകയോ അത്തരം തീരുമാനങ്ങൾ അനുകൂലമായി മാറുകയോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാതാവിനോ അത്ര ശാരീരികമായി നല്ലതല്ല. പ്രത്യേകിച്ചും കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ സ്ത്രീ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാം. സ്ത്രീ ബന്ധങ്ങളിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ മറ്റ് പ്രണയസംബന്ധമായോ കാമസംബന്ധമായോ ഉള്ള കാര്യങ്ങളല്ല, മറിച്ച് തങ്ങളുടെ മാതാവിനോ പ്രിയതമയ്ക്കോ മകൾക്കോ അല്ലെങ്കിൽ സുഹൃത്തിനോ സഹോദരിക്കോ ഒക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്ന് കാണുന്നു. പുതിയ ആധുനിക രീതിയിലുള്ള ചില വീട്ടുപകരണങ്ങൾ വാങ്ങും, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുമെന്നൊക്കെ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊന്നും ദോഷം കാണുന്നില്ല. ഒരുപക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അവശതയ്ക്ക് സാധ്യത ഇവരുടെ ത്വക്ക് സംബന്ധമായ അസുഖങ്ങളോ അലർജി അസുഖങ്ങളോ യൂട്രസിൻ്റെ സ്ത്രീകൾക്ക് കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9, 10, 11 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം
കുടുംബ ജീവിതം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഈ ആഴ്ചയും പറയാനുള്ളത്. വ്യാപാര സംബന്ധമായ കാര്യങ്ങളിലും ധനപരമായ വരവിൻ്റെ കാര്യത്തിലും ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിലും ദോഷമൊന്നും കാണുന്നില്ല. എത്രമാത്രം സന്തോഷം ഉണ്ടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആശങ്കകൾ ഉണ്ടാകാനും നടക്കും എന്ന കാര്യങ്ങൾ ഏകദേശം 99% നടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളിൽ യാതൊരു കാരണവും കൂടാതെ ചില അടിസ്ഥാനരഹിതങ്ങളായ കാരണങ്ങളാൽ ചിലപ്പോൾ ചെറിയ ചില മാറ്റിവെക്കലുകൾ നടക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ ചെറിയ ചില പോസ്റ്റ്പോൺമെൻറ്റുകൾ മാറ്റിവെക്കലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഇവരെ മാനസികമായി അലട്ടും. അതുപോലെ തന്നെ വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകം പറയുന്നു. പ്രത്യേകിച്ച് ക്ഷോഭിച്ച് വിവശരായി എന്തെങ്കിലുമൊക്കെ കലഹത്തിന് സാധ്യതയുണ്ടാക്കുന്ന, ഒരുപക്ഷെ സംഘർഷത്തിന് സാധ്യതയുണ്ടാക്കുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കാൻ സാധ്യമായി വരും. പ്രത്യേകിച്ച് തങ്ങളുടെ സഹോദരന്മാരോടോ അടുത്ത ബന്ധുക്കളോടോ അല്ലെങ്കിൽ മേലധികാരികളോടോ അയൽക്കാരോടോ ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളുണ്ടാകാം. ഭരണതലത്തിൽ ഉന്നത പദവികളിൽ വിഹരിക്കുന്ന ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ചിലപ്പോൾ അവരുടെ നേതാക്കളോടോ അല്ലെങ്കിൽ അവരെയും ഭരിക്കുന്ന ഏറ്റവും മുകളിലത്തെ പദവികളിൽ ഉന്നത പദവികളിൽ വിഹരിക്കുന്നവരോടൊക്കെ എതിരഭിപ്രായം പറയുകയോ തുറന്ന ഒരു കലഹത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം വാക്കുകൾ ഉപയോഗിക്കുന്നതും പെരുമാറുന്നതും. ശരീരത്തിൻ്റെ ഭാഷയിലും നാക്കിൽ നിന്നുണ്ടാകുന്ന സാധാരണ ഭാഷയിലും ശ്രദ്ധ വേണം. ചിലപ്പോൾ സാധാരണ ഭാഷയിലെ ചെറിയ കുറ്റങ്ങൾ ശാരീരിക ഭാഷയിലെ വളരെ വലിയ ചില തെറ്റുകളാൽ കൂടുതൽ വലുതാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പെരുമാറ്റവും, അതായത് ശരീരഭാഷയുടെ മിതത്വവും പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വാക്കുകളുടെ മിതത്വവും കൃത്യമായി ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പാലിക്കണം എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അവശത ഇവരെ വേട്ടയാടാൻ സാധ്യതയുണ്ട്. ഒരു ഭ്രമത്തിൻ്റെ വക്കോളം ചെന്നെത്തുന്ന ചില സ്ഥിതിവിശേഷങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ തോന്നലുകൾ മാത്രമായിട്ടാണ് ഇപ്പോൾ അവശേഷിക്കുക. ഈ തോന്നലുകൾ അനുസരിച്ച് മനസ്സിനെ മാറ്റുമ്പോഴാണ് അത് നെഗറ്റീവായി മാറുന്നത്, പ്രതികൂലമായി മാറുന്നത്. ചിലപ്പോൾ അത് കയ്യാങ്കളിയിലേക്കോ മറ്റു പ്രതികൂല ഗൗരവ സാഹചര്യങ്ങളിലേക്കോ മാറുന്നത്. യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെയും വരുമാനത്തിൻ്റെയും അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെയും കാലം തന്നെയാണ്. പക്ഷേ അതിനെയൊക്കെ ഒരു മൂടുപടം കൊണ്ട് മറച്ചുകൊണ്ട് ഇവരെ വികാര വിവശരാക്കുന്ന ചില സങ്കടങ്ങൾ, ചില തടസ്സങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബുദ്ധി വളരെയധികം ജാഗ്രതയോടെ പാലിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് വിനയപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകാനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപേക്ഷിക്കാനുള്ളത്. കാരണം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. നേരെ എതിർ ദിശയിൽ നിൽക്കുന്നത് രാഹുവാണ്. ആ രാഹു കേതുവിനെ സ്വാധീനിച്ച് അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ ബുധൻ, വിദ്യാകാരകൻ ബുദ്ധിയുടെ കാരകനൊക്കെ ബുധനാണ്. ആ ബുധൻ പോയി രാഹുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭ്രമങ്ങളുണ്ടാകാം, ഇല്ലാത്തതുണ്ടെന്ന് തോന്നാം, ഉള്ളതിനെ ഇല്ല എന്നും സങ്കല്പിക്കാം. ഇതൊക്കെ വച്ചുകൊണ്ട് ചില ഭ്രമങ്ങളിൽപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക, അബദ്ധങ്ങൾ ചെയ്തു കൂട്ടുകയൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ടാണ് മനസ്സിനൊരു അച്ചടക്കമുണ്ടാവുക. ആ അച്ചടക്കമാണ് ബുദ്ധിയെ നിയന്ത്രിക്കുക. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. മുഖരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ശരീരത്തിൽ വേണ്ടത്ര സൂര്യപ്രകാശമൊന്നും കടക്കാത്ത ഭാഗങ്ങളിൽ ഉണ്ടാകാവുന്ന ചില ത്വക്ക് രോഗങ്ങളും ഇവരെ ബാധിക്കാനിടയുണ്ട്. ത്വക്കിന് അലർജി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകാം. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗങ്ങളും ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5-ാം തീയതി വൈകുന്നേരം വരെ നല്ലതാണ്. അത് കഴിഞ്ഞാൽ 10 സന്ധ്യ കഴിഞ്ഞ് 11 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകാവുന്ന ഒരവസ്ഥ ഈ ആഴ്ചയിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നു. തുടർന്ന് കഴിഞ്ഞ കുറേ കാലമായി തുടർന്നു വന്നിരുന്ന പരാജയത്തിൻ്റെയോ മറ്റ് ദോഷവശങ്ങളുടെയോ ഒക്കെ ഒരു നിഴൽ ഇവരെ മനസ്സുകൊണ്ട് പിന്തുടരുന്നത് കൊണ്ട് സ്വാഭാവികമായും പ്രവർത്തിക്കാനുള്ള ഒരു അറപ്പ് അല്ലെങ്കിൽ ഒരുതരം വൈമുഖ്യം ഇവരെ ബാധിക്കാൻ, കർമ്മ വൈമുഖ്യം ഇവരെ ബാധിക്കാനിടയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലം കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഷാഡോ ഇവരെ വല്ലാതെ ബാധിക്കും. ആ ഹാങ് ഓവറിൽപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തൻ്റെ മുമ്പിൽ വിജയം വന്നു നിന്ന് പുഞ്ചിരിച്ചാലും ഇവർക്ക് മനസ്സിലാവില്ല എന്നൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഭാഗ്യം വന്നു നിന്നാലും മനസ്സിലാകാത്തൊരവസ്ഥ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. എന്നാൽ ഈ ആഴ്ചയിൽ ആദ്യ ദിവസത്തിന് ശേഷം കൃത്യമായി അത്തരം കാര്യങ്ങൾ തിരിച്ചറിയുകയും
ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥനയോടുകൂടി തങ്ങൾ നേടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നു. അതുകൊണ്ട് തന്നെ മനസ്സ് ഊർജ്ജസ്വലമാവുകയും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു ഉന്മേഷം ഇവരുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷം വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും അതിന് ഫലം നേടുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ശേഷി, ഇവരുടെ കർമ്മശേഷി, വിഭവശേഷി ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരാഴ്ചയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ തങ്ങൾക്കുമേൽ ബാധിച്ചിരുന്ന ആലസ്യം എന്ന ശത്രു, അതുപോലെ പുറമേ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തങ്ങളെ പ്രവർത്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ, തങ്ങൾ നശിച്ചു കാണണം, തങ്ങൾ രക്ഷപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന ചില കൂട്ടങ്ങൾ, ഇവരിൽ നിന്നൊക്കെ അകന്നു മാറി അല്ലെങ്കിൽ ഇവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു സാധ്യത ഈ ആഴ്ച കൃത്യമായും കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ ലാഭവും കാണുന്നു. എന്നാൽ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തു നിന്നോ ഇഷ്ടപ്പെട്ട വീട്ടിൽ നിന്നോ അത്തരം ഗാർഹിക അന്തരീക്ഷങ്ങളിൽ നിന്നോ ചിലപ്പോൾ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മാറി നിൽക്കേണ്ടി വന്നേക്കാം. ജീവിത പങ്കാളിയുടെ ശാരീരികമായ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ല എന്ന് കാണുന്നു. പ്രത്യേകിച്ചും വാദസംബന്ധമായോ അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരികയോ ചെയ്യുന്ന ജീവിത പങ്കാളിയാണെങ്കിൽ അത് വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗവും ഈ നക്ഷത്രക്കാരും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരും അവരുടെ കുടുംബാംഗങ്ങളോ ജീവിത പങ്കാളിയോ ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇവരുടെ രക്ഷാകർതൃസ്ഥാനത്തുള്ള വ്യക്തികൾക്കും ചില രോഗാവശതകൾ കാണുന്നുണ്ട്. അവരുടെ ആരോഗ്യനിലയിൽ വളരെ കരുതൽ വേണമെന്നും കാണുന്നു. സാമ്പത്തികമായിട്ട് വളരെ ഗുണമുണ്ടാവും. ചെലവ് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലരുടെയെങ്കിലും വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് പണം അബദ്ധങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കാൻ സാധ്യതയുള്ളതായി കാണുന്നു. അതുകൊണ്ട് പണം ഉപയോഗിക്കുന്ന കാര്യത്തിൽ നല്ല ക്രമീകരണം വേണമെന്നും അങ്ങേയറ്റത്തെ ബുദ്ധി അതിനുപയോഗിക്കണമെന്നും അപേക്ഷിക്കുന്നു കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 6-7 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരുടെ ഈ മനസ്സിൻ്റെ ഒരു കാന്തിക ശക്തി. മനസ്സ് സാധാരണ നിലയിൽ വളരെ അത്ഭുതകരമായ ഒരു സാങ്കല്പിക ശക്തിയാണ്. ബുദ്ധിയെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മനസ്സ് എന്ന് വിളിക്കുക. വിചാരങ്ങളുടെ സങ്കേതം. ആവശ്യത്തിന് വികാരത്തിന് മേൽ വിവേകവും ചിലപ്പോൾ വിവേകത്തിനുമപ്പുറം വികാരവുമൊക്കെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയാണ് നാം മനസ്സ് എന്ന് പറയുക. ആ മനസ്സ് കുറച്ചുകൂടി ഉന്മേഷഭരിതവും കുറച്ചുകൂടി ആശങ്കകളിൽ നിന്നകന്ന് പ്രതീക്ഷാനിർഭരമായ ഒരു നാളേക്ക് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതായി കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലം തുലാക്കൂറിൽപ്പെട്ടവർ ഒരു ഇരുണ്ട ലോകത്താണ് ജീവിച്ചിരുന്നത്. കാരണം ഏതു വിധേനയും അവർക്ക് വരുന്നതൊക്കെ ദോഷകാലങ്ങളും അതുപോലെ തന്നെ ദോഷാവസ്ഥകളുമായിരുന്നു. ആ അവസ്ഥയ്ക്ക് ഒരു സൂര്യവെളിച്ചം പോലെ ഒരു മാറ്റം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ മനസ്സ് കുറച്ചുകൂടി പ്രകാശമാനമായിരിക്കുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കുന്നു. തോറ്റുപോകുമെന്ന് വിചാരിച്ചിരുന്ന മേഖലയിൽ വിജയം കണ്ടെത്തി വന്നുകൊണ്ടിരിക്കുകയാണ് അവർ. അതിൽ കുറച്ചുകൂടി വർധനവുണ്ടാകുന്നു ഈ ആഴ്ചയിലെന്ന് പറയേണ്ടിയിരിക്കുന്നു. കടബാധ്യതയിൽ നിന്ന് കുറച്ചുകൂടി മോചനം വന്നിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിരുന്ന വസ്തുവകകളോ മറ്റു കാര്യങ്ങളോ തിരികെ കിട്ടുന്നതിൻ്റെ ചില ഉറപ്പുകൾ, ചില പ്രതീക്ഷകൾ ഇവരിൽ അങ്കുരിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിന് ഏറ്റ മുറിവുകൾ അല്ലെങ്കിൽ മനസ്സിനേറ്റ ചില പരാജയങ്ങളൊക്കെ മാറുന്നതായി കാണുന്നു. പുതിയ ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ പുതിയ ചില പ്രതീക്ഷകൾ, പുതിയ ചില ആശയങ്ങൾ അതൊക്കെ കടന്നു വന്നിരിക്കുന്നു. രാഷ്ട്രീയ അധികാരങ്ങളിൽപ്പെട്ടവർ സഹായിക്കുന്നതായി കാണുന്നു. അവരുടെ ഇടപെടൽ കൊണ്ട് കുറച്ചുകൂടി ഇവരുടെ ദോഷാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതായി കാണുന്നുണ്ട്. രോഗാവസ്ഥതയ്ക്കും അതൊരു പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ പ്രതികൂല സാഹചര്യങ്ങൾ നിമിത്തം മാനസികമായി വളരെ പിരിമുറുക്കം അനുഭവിക്കുകയും തുടർന്ന് ശാരീരിക അവശതകളിലേക്ക് അത് പോവുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അത്തരം അവസരങ്ങളിൽ നിന്ന് അവർക്ക് ഒരു ഉണർന്നെഴുന്നേൽപ്പ് സംഭവിച്ചതുകൊണ്ടാവണം ഒരു പക്ഷേ ഇപ്പോൾ അവർക്ക് കൂടുതൽ കരുത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഈശ്വരാധീനം നല്ല രീതിയിലുണ്ട്. തങ്ങളുടെ ജന്മരാശിയിലേക്ക് സർവേശ്വരനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ ഉന്മേഷത്തോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയെ സമീപിക്കാൻ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നു. കടബാധ്യതയെ ഒക്കെ മാറ്റിക്കൊണ്ട് പുതിയ ആശയങ്ങളും പുതിയ രീതികളുമൊക്കെ തന്നെ ഇവരുടെ പ്രവർത്തന രംഗത്ത്, തൊഴിൽ രംഗത്ത്, ബിസിനസ് രംഗത്ത്. ശാരീരികമായ അവശത തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ
സ്ത്രീകളാണെങ്കിൽ അവരുടെ ലോവർ അബ്ഡമിൻ ഭാഗങ്ങളാണ്. അപ്പോൾ യൂട്രസ്, ലിവർ, കിഡ്നി ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളും ശ്രദ്ധിക്കണം. ചൂട് കൂടിയതിൻ്റെ ഫലമായി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പൊതുവിൽ പറയുമ്പോൾ ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ ജീവിത പങ്കാളിക്കും ശാരീരികമായ അവശതയോ ചിലപ്പോൾ അവർ ശസ്ത്രക്രിയയെ നേരിടേണ്ടി വരികയോ വേണ്ടിവരും എന്ന് കാണുന്നു. ഇതൊക്കെ ഗൗരവതരമായ കാര്യങ്ങളല്ല, ഇതിൽ നിന്നും രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. പിന്നെ ജീവിത പങ്കാളിയോട് ചിലരെങ്കിലും തുലാക്കൂറിൽപ്പെട്ട പുരുഷന്മാർ കലഹിക്കുകയോ സ്ത്രീ പുരുഷ ഭേദമന്യേ ജീവിത പങ്കാളിയോട് കലഹമുണ്ടാവുകയോ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. ഡയബറ്റിക്സ് ഉള്ളവർ ശ്രദ്ധിക്കുക. അതുപോലെ സ്ഥൂല ശരീരങ്ങളും തടിച്ച ശരീരമുള്ളവരും ശ്രദ്ധിക്കണം. അത്തരം കക്ഷികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, രോഗാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5 വൈകുന്നേരം വരെയും അത് കഴിഞ്ഞാൽ 8, 9, 10 സന്ധ്യ വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് മുൻപിൻ നോക്കാതെയുള്ള സാഹസിക കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന സന്താനങ്ങളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. ഓവർ സ്മാർട്ടായി പ്രവർത്തിക്കുന്ന കുട്ടികളുണ്ടെങ്കിലും അവരുടെ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. അവർക്ക് ശാരീരികമായ മുറിവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ മനസ്സ് കുറച്ചുകൂടി പ്രസരിപ്പോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് വേണം കാണാൻ. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നേടുന്നതായി കാണുന്നു. കടബാധ്യതയിൽ നിന്ന് അല്ലെങ്കിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ നടത്താൻ സാധിക്കാതെ ഇരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകുന്നു. വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്നു. തൻ്റെ തന്നെ കർമ്മത്തിലെ, അതായത് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സ്വയമേവ ഉണ്ടായിരുന്ന ചില ഉഴപ്പുകൾ അത് മാറുന്നതായിട്ടാണ് കാണുന്നത്. കാര്യങ്ങൾ കൃത്യസമയത്ത് നടത്തുന്നു. ഒരുപക്ഷെ അതിൻ്റെ ഫലമായിട്ടാവണം വാഗ്ദാനങ്ങളൊക്കെ കൃത്യമായി നിറവേറ്റാൻ സാധിക്കുന്നത് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. എന്നാൽ ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് മംഗളകർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതായിരിക്കും ബുദ്ധി. കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും അത് കൂടുതൽ ഗുണപ്രദമായി വരിക. കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നതായി കാണുന്നു. മാതാവിൻ്റെ രോഗാവശതകൾക്ക് മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. അനുകൂലമായ മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. ത്വക്ക് സംബന്ധമായ അസുഖമുണ്ടായിരുന്നവർക്ക് മാറ്റം കാണുന്നുണ്ട്. സന്താനങ്ങളെ ചൊല്ലി വിഷമിച്ചിരുന്ന വൃശ്ചികക്കൂറിൽപ്പെട്ട വ്യക്തികളുടെ മാതാപിതാക്കൾക്ക് അവരുടെ സന്താനങ്ങളെ ചൊല്ലിയുള്ള അവശതകളും വിഷമങ്ങളും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പഠന സംബന്ധമായ കാര്യങ്ങളിലും പഠിച്ചത് ഏത് വിഷയമാണോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിൽ തന്നെ നേടാനും സാധിക്കുന്ന ഒരാഴ്ചയായിട്ടാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ നീക്കങ്ങൾ അറിയുന്ന ദിവസങ്ങളായിട്ടാണ് ഈ ആഴ്ചയിൽ ഗുണം ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇപ്പോൾ കർമ്മരംഗത്തുണ്ടാകുന്ന ഒരു മാറ്റമാണ്. വിദ്യാഭ്യാസ സംബന്ധമായ നേട്ടമനുസരിച്ചോ അല്ലെങ്കിൽ തങ്ങൾക്കറിയാവുന്ന മേഖലകളിലുള്ള ഇവരുടെ നേടിയെടുത്ത ആർജിത അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലോ കൂടുതൽ ഉയർന്ന ജോലിയോ കൂടുതൽ വേതനം ലഭിക്കുന്ന പദവിയിലേക്കോ ഒക്കെ ഉയരാൻ സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗത്തുള്ള ഇവരുടെ ശക്തി മേലധികാരികളും ബന്ധപ്പെട്ട വ്യക്തികളുമൊക്കെ തിരിച്ചറിയുകയും കുറച്ചുകൂടി ഉറപ്പ് ഇവരുടെ കർമ്മരംഗത്ത് ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം സന്താനങ്ങൾക്ക് ഉണ്ടാകാവുന്ന ചില ശാരീരിക അവശതകളാണ്. തുടക്കത്തിൽ തന്നെ ഞാനത് പറഞ്ഞു, അത് ശ്രദ്ധിച്ചു കൊള്ളണം. മറ്റു ദോഷങ്ങളൊന്നും ഇവരെ വലുതായിട്ടിപ്പോൾ ബാധിക്കുന്നില്ല. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ബന്ധപ്പെട്ട ആശ്രിതർക്ക് ഇതുമായി ബന്ധപ്പെട്ട അസുഖമുണ്ടാകാമെന്ന് കാണുന്നു. വരുമാനത്തിന് വലിയ ദോഷമൊന്നും കാണുന്നില്ല. ചിലവ് ക്രമീകരിക്കപ്പെട്ട് തന്നെ പോകുമെന്നാണ് കാണുന്നത്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. പുതിയ വാഹനമൊക്കെ വരാൻ സാധ്യതയുണ്ട്. വാഹനത്തിൻ്റെ ആന്തരിക ഭാഗങ്ങൾ ബാക്ടീരിയ അതുപോലെ തന്നെ മറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും അണുവിമുക്തമായി സൂക്ഷിക്കണം എന്ന് പറയുന്നു. അത് തങ്ങുന്നിടമെല്ലാം അങ്ങനെ ആവണം. വാഹനത്തിൽ തങ്ങുമ്പോൾ വാഹനത്തിൻ്റെ ആന്തരിക ഭാഗങ്ങൾ ശുദ്ധി ചെയ്തു വയ്ക്കണം. അതുപോലെ വീട്ടിൽ തങ്ങുമ്പോഴും തറവാട്ടിൽ തങ്ങുമ്പോഴും ജോലിസ്ഥലത്തുമൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നതിനാലാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5 വൈകുന്നേരം മുതൽ 6, 7, 10 സന്ധ്യ കഴിഞ്ഞ് 11 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു പ്രണയ സാഫല്യത്തിൻ്റെയോ ആഗ്രഹ സഫലീകരണത്തിൻ്റെയോ ആഴ്ച കാണുന്നു. പ്രത്യേകിച്ചും ആദ്യ ദിവസങ്ങളും അതുപോലെ തന്നെ ആഴ്ചയുടെ രണ്ടാം പകുതിയുമാണ് കൂടുതൽ ഗുണകരമായി കാണുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുക, അതിന് നേടാൻ തക്കവണ്ണമുള്ള
കഠിനമായ പ്രവർത്തന പഥങ്ങളിലേക്ക് ഇവരുടെ ശരീരവും മനസ്സും ഇറങ്ങിച്ചെല്ലുന്നൊരവസ്ഥ കാണുന്നു. അതായത് പ്രതികൂല സാഹചര്യങ്ങളാൽ തളർന്ന മനസ്സോടെ ഇനി ഒന്നിനോടും താല്പര്യമില്ല എന്നൊരു വിപ്രതിപത്തി അല്ല ഇപ്പോൾ ധനുക്കൂറിലുള്ള നക്ഷത്രക്കാർക്കുള്ളത്. മറിച്ച് പ്രതികരണങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വിജയിക്കുമെന്ന ഈശ്വരീയമായ ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള ആത്മവിജ്ഞാനത്തോടുകൂടി സ്വന്തം ആത്മവിശ്വാസത്തോടുകൂടി തങ്ങളുടെ കർമ്മ മേഖലകളിൽ ഇവർ വ്യാപരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഏത് ഗൗരവമുള്ള വെല്ലുവിളികളെയും നേരിടാൻ മനസ്സും ശരീരവും തയ്യാറായി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ആരെയും നിസ്സാരമായേ കാണാൻ സാധിക്കൂ. എന്നാൽ ഗൗരവമായി കണക്കിലെടുക്കേണ്ട കാര്യങ്ങൾ ഗൗരവമായി കണക്കിലെടുത്തുകൊണ്ട് അതിന് തക്കവണ്ണമുള്ള മാറ്റങ്ങൾ തങ്ങളുടെ കർമ്മപഥത്തിലും ജീവിതത്തിലും എടുത്തുകൊണ്ട് ഇവർ മുന്നേറും എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ സ്വരൂപം തന്നെ പകുതി മൃഗമായി നിന്നുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ ലക്ഷ്യത്തെ വേധിക്കുന്ന ആ കർമ്മോത്സുകത, ആ കർമ്മത്തിൻ്റെ ശക്തി എപ്പോഴും ധനുക്കൂറിലുണ്ട്. 10ാം ഭാവം അവർക്ക് എപ്പോഴും ചന്ദ്രനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും അവർക്ക് ബുധനാണ്. ബുധൻ എന്നാൽ വിദ്യയുടെയും അറിവിൻ്റെയും ഒക്കെ സ്ഥലമാണ്. അങ്ങനെ ബുധൻ ഉച്ചസ്ഥനായ 10ാം ഭാവം ഇവർക്ക് വരുന്നത് കൊണ്ട് സ്വാഭാവികമായും ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന് തന്നെ ചിന്തിക്കണം. എപ്പോഴും ഈ എതിരിടലുകളും പരാമർശങ്ങളും അതുപോലെ വിമർശനങ്ങളും അതുപോലെ കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ തന്നെ വരുന്നത് പ്രവർത്തിക്കുന്നവർക്ക് നേരെയാണ്. അതിനൊക്കെ ഒരുപാട് വലിയ വലിയ ഉദാഹരണങ്ങൾ എത്രയോ വലിയ മനുഷ്യർ മുമ്പേ കവിതകളിലൂടെയും കഥകളിലൂടെയും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കാതിരിക്കുന്നവനെ ആരും അറിയത്തില്ല. പ്രവർത്തിക്കുന്നവനെ മറ്റുള്ളവർ അറിയുന്നത് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തവനെ മറ്റുള്ളവനെ ഒന്ന് ചൊറിഞ്ഞെങ്കിലും ഉപദ്രവിക്കണം എന്ന പേരിലാണ് ചിലപ്പോഴെങ്കിലും ഈ പരിഹാസങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ വിമർശനങ്ങൾ വരുന്നത്. അത് നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. പക്ഷേ ചീത്ത രീതിയിലാണെങ്കിൽ അതിന് എത്രമാത്രം പുച്ഛിച്ച് തള്ളാം എന്ന മട്ടിൽ പുച്ഛിച്ചുകൊണ്ട് മുന്നേറുക തന്നെയാണ് ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് കാണുന്നു. അതിനുള്ളൊരു ആർജവം അവർക്കുണ്ടാവണം. അതുണ്ടാകാൻ സാധ്യതയുള്ളൊരാഴ്ചയാണ് ഈ ആഴ്ച. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് മുന്നേറാൻ സാധ്യതയുണ്ട്. ഇനി എന്തെല്ലാം സംഭവിച്ചാലും ഒടുവിൽ ഈശ്വരൻ അവരെ രക്ഷിക്കുമെന്ന പ്രമാണം ധനുക്കൂറിനുണ്ട് എന്നുള്ള വസ്തുത മറക്കണ്ട. സർവേശ്വരൻ അവരെ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. സർവേശ്വരൻ്റെ ദൃഷ്ടികൾക്ക് മുൻപിലാണ് എപ്പോഴും ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ എന്ന് കരുതുക. അടുത്തത് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം അവരുടെ മാതാവ് വാഹനമോടിക്കുമ്പോഴുള്ള ശ്രദ്ധ, അവരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലെ ശ്രദ്ധ, കുടുംബത്തിൽ പൊതുവെ ഉണ്ടാകുന്ന ചില കലഹങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മേലുള്ള ശ്രദ്ധയൊക്കെ കൃത്യമായി വേണം എന്ന് പറയുന്നു. മാതാവിന് രോഗാവസ്ഥകൾ ഉണ്ടാകാം, വാഹനം സൂക്ഷിച്ച് ഓടിക്കണമെന്ന് കാണുന്നു. അതുപോലെ സ്വന്തം വീട്ടിലും, അതായത് ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ തങ്ങുന്ന വീട്ടിലും ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തങ്ങളുടെ പ്രവർത്തനത്തിൽ അതൊന്നും ബാധിക്കാൻ സാധ്യതയില്ല. പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർക്ക് വരുമാന സാധ്യതയും നല്ല രീതിയിൽ കാണുന്നുണ്ട്. വീട് മോടി പിടിപ്പിക്കുക, പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുക, വസ്ത്രങ്ങൾ വാങ്ങുക, ആഭരണങ്ങൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണുന്നു. രോഗാവസ്ഥകൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് വാഹനാപകട സാധ്യതയും ശ്വാസകോശ സംബന്ധമായ സാധ്യതയും ആണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5 വൈകുന്നേരം വരെയും അതിനുശേഷം 8, 9, 10 സന്ധ്യ വരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം 4ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ നിലയാണ്. 5ാം ഭാവാധിപനായ ശുക്രനാണ് 4ൽ നിൽക്കുന്നത്. 5ഉം 10ഉം ഭാവാധിപനായ ശുക്രൻ, യോഗകാരകനായ ശുക്രൻ 4ൽ നിൽക്കുന്നു. 4 ഞാൻ പറഞ്ഞു എവിടൊക്കെ തങ്ങുന്നു അവിടൊക്കെ 4 കൊണ്ട് ചിന്തിക്കാം. അതുപോലെ സ്വന്തം മനസ്സിൻ്റെ സുഖം, സൗഹാർദ്ദങ്ങൾ, അവരുടെ അന്യഗ്രഹങ്ങൾ, അതായത് ഓഫീസായാലും വീടായാലും വാഹനമായാലും ഈ സ്ഥലത്തൊക്കെ തന്നെയും ഇവർക്ക് മാന്യതയുള്ള അനുഗ്രഹീതമായൊരു സ്ഥാനം കിട്ടുമെന്ന് കാണുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കപ്പുറം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മറ്റു ശ്രമങ്ങൾ വിജയിക്കുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും വ്യാപാര സംബന്ധമായ ശ്രമങ്ങൾ അല്ലെങ്കിൽ കലാപരമായ ശ്രമങ്ങൾ ഇത് വിജയിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. വീട്ടിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പുതിയ വാഹനം വാങ്ങുന്നു. മാതാവിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊരു അറുതി വരുന്നതായി കാണുന്നു. അല്ലെങ്കിൽ ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരും അവരുടെ മാതാവുമായിട്ടുള്ള ബന്ധങ്ങളിൽ കുറച്ചുകൂടി ഊഷ്മളത, സ്നേഹം ഇതൊക്കെ കടന്നു വരുന്നതായി കാണുന്നു. മറ്റേതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ കുടുംബസ്വത്ത് കിട്ടുന്നതിലോ കുടുംബവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും വരുമാനം വരുന്ന കാര്യത്തിലോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ അനുകൂലമായൊരു മാറ്റം ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവേ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം ഇതൊക്കെ കാണുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസം ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പിതാവിന് അത്ര നല്ലതല്ല എന്ന് കാണുന്നുണ്ട്. മാത്രമല്ല
വിദേശ സംബന്ധമായോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ ഉപരിപഠന സംബന്ധമായോ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിരുന്നതിലൊരൽപ്പം മാറ്റം, തടസ്സം ഇതൊക്കെ ഉണ്ടാകാം തുടക്ക ദിവസം. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ അതിനൊക്കെ മാറ്റം വരുന്നതായി കാണുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇതൊക്കെ ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം നല്ല രീതിയിൽ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടും എന്ന് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം വളരെ ശ്രദ്ധിക്കണം. മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. മുഖത്തിന് പല്ല്, നാക്ക്, മൂക്ക്, നെറ്റിത്തടം, കണ്ണുകൾ, ചെവി, ഈ ഭാഗത്ത് എവിടെയെങ്കിലും, ത്രോട്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ വരാനുള്ള സാധ്യത ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ധനപരമായും ജോലി സംബന്ധമായും നേട്ടമാണ്. ജോലിക്കൊപ്പം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ ഇവർക്ക് അനുകൂലമായ ഗുണങ്ങൾ കിട്ടുന്നതായി കാണുന്നു. പൊതുവേ ഇതൊക്കെയാണ് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5 വൈകുന്നേരം മുതൽ 6, 7, 8, 9, 5 വൈകുന്നേരം മുതൽ 6, 7, പിന്നെ 10 സന്ധ്യ കഴിഞ്ഞ് 11 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം 5ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. സഹോദരി സ്ഥാനത്തുള്ളവരോ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഇവരെ നല്ല രീതിയിൽ സഹായിക്കുമെന്ന് കാണുന്നു. കുടുംബത്തിൽ നിന്ന് വലിയ ഒരു സഹായം, മാതൃകുടുംബത്തിൽ നിന്നോ തറവാട്ടിൽ നിന്നോ വലിയൊരു സഹായം സാമ്പത്തികത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ വസ്തുവിൻ്റെ രൂപത്തിലോ ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി ഉയർന്ന സ്ഥാനം ലഭിക്കുകയോ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ചില പരാമർശങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ, നെഗറ്റീവായ വിമർശനങ്ങൾക്കുമൊക്കെ അവസാനമുണ്ടാവുകയോ ചെയ്യുന്നതായി കാണാം. സാമ്പത്തികമായ ലാഭമുണ്ടാവുന്നു. പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ വളരെ ഗുണകരമായി വരുന്നു. ചിലപ്പോൾ ഈ ആഴ്ചയിൽ ചില ചെറിയ യാത്രകൾ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ നടത്തേണ്ടതായി വരികയും ആ യാത്ര കൊണ്ട് അവർക്ക് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഗുണമുണ്ടാവുകയോ ചെയ്യുമെന്ന് കാണുന്നുണ്ട്. സ്ത്രീകൾ മുഖേന കുംഭക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് ഗുണവും അതുപോലെ പുരുഷന്മാർ മുഖേന കുംഭക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്കും ഗുണമുണ്ടാകുന്നതായി കാണുന്നു. ചെയ്യുന്ന ജോലികൾക്ക് കൃത്യമായി വരുമാനം ചോദിച്ചു വാങ്ങാനുള്ള അവസ്ഥയും അതിനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ സഹോദര സ്ഥാനത്തുള്ളവരുടെ സഹായം ലഭിക്കുമെന്ന് പറഞ്ഞു. അതൊരു പക്ഷേ അവർ കൂടി ചേർന്നുകൊണ്ടുള്ള ചില സംരംഭങ്ങളിൽ കൂടുതൽ ഗുണകരമായ അവസ്ഥ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. അതുമല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവരല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ, ബന്ധുക്കൾ ഇവരൊക്കെ സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ, ഭൂമി സംബന്ധമായ കച്ചവടമോ ഭൂമി സംബന്ധമായി നടത്തുന്ന മറ്റു ചില ക്രിയകളിലോ ഒക്കെ തന്നെ ഗുണകരമായ അനുഭവങ്ങൾ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. അയൽക്കാരുമായോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ മേലധികാരികളുമായോ പിതാവുമായോ ഒക്കെ തർക്കമുണ്ടാകാനോ കലഹമുണ്ടാകാനോ സാധ്യതയുണ്ട്. മുഖം ശ്രദ്ധിക്കണമെന്ന് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോടും പ്രത്യേകമായി പറയുന്നു. കണ്ണ്, മൂക്ക്, നാക്ക് ഈ ഭാഗങ്ങളും പൊതുവെ മുഖവും അതുപോലെ തന്നെ ഹൃദയം, പേശികൾ ഈ സ്ഥലങ്ങളിലുമൊക്കെ എന്തെങ്കിലും അവശതയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ജീവിത പങ്കാളിക്കും ചെറിയ ശാരീരിക അവശതകൾ ഉണ്ടാകാം. ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് വിദേശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലി തരപ്പെടുകയോ അത്തരം പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ചില വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നതായി കാണാം. ത്വക്ക് സംബന്ധമായ അസുഖവും ജീവിത പങ്കാളിക്കോ അല്ലെങ്കിൽ ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായി വളരെ ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. പഠിച്ചതിനനുസരിച്ചുള്ള തൊഴിൽ നേടാൻ സാധ്യമാവുന്ന അവസ്ഥ കൂടി കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5 വൈകുന്നേര ശേഷം 6, 7, 8, 9, 10 സന്ധ്യ വരെയും ഗുണകരമാണ്. അടുത്തത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി, വ്യക്തതയോടുകൂടി, സൗമ്യമായി ഇടപഴകുന്നതുകൊണ്ടും ആശയവിനിമയം നടത്തുന്നതുകൊണ്ടും ഇവരുടെ മതിപ്പ് വർദ്ധിക്കുന്നു. മറ്റുള്ളവരുടെ ഇടയിൽ മുഖകാന്തി വർദ്ധിക്കുന്നു. പൊതുവെ ഇവരുടെ വ്യക്തിത്വത്തിന് ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കുന്നു. അത് ബാഹ്യമായ സൗന്ദര്യത്തിൻ്റെയും അതുപോലെ തന്നെ ആന്തരികമായ പ്രഭയുടെയും സങ്കലനമാണ് എന്ന് കാണാം. കൃത്യമായും ഇവർക്ക് സ്വന്തം കുടുംബത്തിൽ ഇടപെടുന്ന സമൂഹങ്ങളിലൊക്കെ തന്നെ മാന്യത കൈവരിക്കാൻ സാധിക്കുന്നു. ഇതൊരു അഭിനയമോ മൂടുപടമോ അല്ല, ഇവരുടെ തന്നെ ഉള്ളിലുണ്ടായിരുന്ന നന്മകൾ അല്ലെങ്കിൽ ഇത്തരം വെളിച്ചങ്ങൾ പുറമേക്ക് സാഹചര്യം കൊണ്ട് വരുന്നതാകാം. എന്തായാലും അത് ഗുണമാണ്. ഉദര സംബന്ധമായ രോഗത്തിന് കുറവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളുടെ അവരുടെ ഒരു ശക്തി ക്ഷയിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കെതിരെ
ചിലർ അധികാരത്തിലിരുന്നവർ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ബന്ധുക്കളിൽ ചിലർ അവരൊക്കെ തന്നെ വളരെ രൂക്ഷമായി വിമർശിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവരുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വല്ലാതെ മാനസിക വിഷമം ഏറ്റിരുന്ന മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അതിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് അതിനെയൊക്കെ എതിർത്തുകൊണ്ട് മുന്നേറാനുള്ള ഒരു മാനസിക ഊർജ്ജവും ശാരീരിക അവസ്ഥയും കൈവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോൾ ഇവർക്ക് ഗുണമാണ് കാണുന്നത്. എന്തായാലും സാമ്പത്തിക ലാഭം പ്രത്യേകിച്ചും അവരുടെ ജോലിയിൽ നിന്ന് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. വീട് നിർമ്മിക്കുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ സാധിക്കും. വീട് മോടി പിടിപ്പിക്കാൻ സാധിക്കും. പുതിയ ചില ആന്തരിക ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ അതൊക്കെ വാങ്ങുകയും കൂടുതൽ ആകർഷകമായ ഒരു അവസ്ഥയിലേക്ക് അവരുടെ വീടും പ്രവർത്തിക്കുന്ന ഓഫീസും വാഹനവും ഒക്കെ മാറും. പുതിയ ആഭരണങ്ങൾ വരാം, പുതിയ വസ്ത്രങ്ങൾ വരാം. എന്തായാലും സൗന്ദര്യം കൂടുതൽ മിനുക്കുന്നതിൻ്റെ ഭാഗമായുള്ള എല്ലാ ബാഹ്യ ഗുണങ്ങളും ഇവരിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതിന് തക്കവണ്ണം കുടുംബ അന്തരീക്ഷവും കുടുംബത്തിലെ അംഗങ്ങളും മാറുന്നു എന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യകരമായ ഒരു അവസ്ഥ. ശാരീരികമായ അവശത ഇപ്പോഴും ഇവരെ ചുറ്റിപ്പറ്റിയുണ്ട്. അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് വേണം മുന്നേറാനെന്ന് പറയുന്നു. എന്നാൽ കർമ്മരംഗം വളരെ സജീവമാണ്. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഇത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കണ്ണുകൾക്ക് ന്യൂനതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശസ്ത്രക്രിയയോ ഇവർ നേരിടേണ്ടി വരുന്നതായും കാണുന്നു. പൊതുവേ ഗുണകരം തന്നെയാണ്. ആരോഗ്യമാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തികം വരുന്നുണ്ട് തീർച്ചയായും, അതിനനുസരിച്ച് ചിലവും ഉണ്ടാകും. പക്ഷേ അതൊരിക്കലും ഒരു അനാമത്ത് ചിലവാകുകയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം, മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, 9, 10, 11 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ശനിദോഷ പരിഹാരങ്ങൾക്ക് ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുക, വ്രതശുദ്ധി പാലിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക. അതുപോലെ തന്നെ കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഏറ്റവും കഷ്ടപ്പെടുന്നവരെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി ദർശനം നടത്തുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, മഞ്ഞ വസ്ത്രം ധരിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, പാൽപ്പായസം നിവേദ്യം ചെയ്യുക. ഓം ഗം ഗണപതയെ നമഃ എന്ന് ജപിക്കുക. കേതുദോഷ പരിഹാരത്തിനായി ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക, നാളികേരം ഉടയ്ക്കുക, ഉണ്ണിയപ്പം നിവേദ്യം ചെയ്യുക. നാഗദോഷ പരിഹാരത്തിന് ഓം നാഗായ നമഃ എന്ന് ജപിക്കാം. അതുപോലെ നൂറും പാലും കൊടുക്കാം. ആയില്യം നക്ഷത്രത്തിനോ അല്ലെങ്കിൽ അനുഭവിക്കുന്ന വ്യക്തിയുടെ നാളിനോ പക്കനാളിനോ. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.